നമ്മളുടെ ഈ ജോലി കൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഒരുപാട് സൗകര്യങ്ങൾ, സുഖങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആകാശവാണിയുടെ ജോലി കൊണ്ട് കിട്ടിയ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ സ്വത്ത് എന്ന് വിചാരിക്കുന്നത്, ഈ ജോലി തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നതെന്ന് അറിയാം. അതല്ലാതെ ഈ ജീവിതത്തിൽ നിന്ന് കിട്ടി എന്ന് തോന്നുന്ന ഒന്ന് പറയാൻ പറഞ്ഞാൽ എൻ്റെ ഒരുപാട് കോണ്ടാക്ട് ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് സമ്പർക്കങ്ങൾ ആളുകളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. അതിൽ ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഡൽഹിയിലാണ് സമയത്ത് മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു ഒരു ഇഫ്താർ നടത്തിയിരുന്നു ഡൽഹിയിൽ. അതിൽ ഞാൻ പങ്കെടുത്തു. ആ ഇഫ്താറിൽ പങ്കെടുത്തെന്ന് മാത്രമല്ല, അന്ന് അവിടെ പല പ്രമുഖരും വന്നിരുന്ന അവർ പലരും പരിചയപ്പെടുകയും ചെയ്തു. അന്നത്തെ പോലെ മൊബൈലില്ലാത്തതുകൊണ്ട് ആ ഫോട്ടോകളൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല, അവിടെ ക്യാമറ സമ്മതിക്കില്ല. അങ്ങനെ അത് വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം മലയാള ഭാഷ ഉപയോഗിക്കുന്ന ഒരു വിധവേ, ഇപ്പം MT സാർ ഒരു ഇടയ്ക്ക് പറഞ്ഞിരുന്നു, മലയാളത്തിന് പ്രത്യയത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോഴത്തെ സമൂഹവും ജനറേഷനും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലാക്കി റിട്ടേൺ ചെയ്യുന്ന വേയ എന്നാണ് ഒരു മലയാളി ഇപ്പോൾ സംസാരിക്കുന്ന ഭാഷ. അപ്പം അതിന് എത്രമാത്രം മലയാളം അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ വാക്കുകളുടെ ഒരു പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൾപ്പെടുത്തലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ജോലിയിൽ കയറിയത് കൊണ്ട് കുറച്ചുകൂടി മലയാള ഭാഷയായിട്ട് ചേർന്ന് നിൽക്കാനും കുറേ കൂടിയൊക്കെ ഇംഗ്ലീഷ് അല്ലാതെ ആംഗലേയ പദങ്ങളല്ലാതെ ഉപയോഗിക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഇതിനുള്ളൊരു കുഴപ്പം തരും, മലയാളത്തിന് നമുക്ക് ഇംഗ്ലീഷ് പദങ്ങൾക്ക് സമാനമായിട്ടുള്ള മലയാള പദങ്ങൾ കുറവാണ്. അതെ, തമിഴിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ട്. കാൽപന്ത് വിളയാട്ടം, ഫുട്ബോള്, അവർ പറയുന്നത് അങ്ങനെയാണ്, കാൽപന്ത് വിളയാട്ടം എന്നാണ്. നമുക്കത് പറയാൻ കഴിയില്ല. നമുക്ക് ഫുട്ബോൾ തന്നെ, ഇപ്പം ISL ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ISL കാൽപന്ത് കളി എന്ന് പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കില്ല. നമ്മുടെ ഒരു ബുദ്ധിമുട്ടതാണ്. അപ്പം നമ്മുടെ ഭാഷയ്ക്കകത്ത് ഇപ്പം ചില മാധ്യമങ്ങൾ നോക്കിയിരുന്നു, അത് മലയാളീകരിക്കാൻ വേണ്ടി നോക്കിയിരുന്നു, പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. മലയാളം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, അവർക്ക് എല്ലാറ്റിനും മലയാളമുണ്ട്. തമിഴിനെല്ലാ മിക്ക കാര്യങ്ങൾക്കും മലയാളമുണ്ട്. അപ്പം അതുപോലെ ഒരു സംവിധാനം പോലെ ഒരു ആസിയൻ എന്ന് പറയുമല്ലോ. അതെ 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 അതെ, അവരെല്ലാം അങ്ങനെയാണ്, അവരുടേതായ ഒരു ലാംഗ്വേജ് അവർക്കുണ്ട്, നമുക്കതില്ല. നമ്മുടെ ഒരു പരിമിതി അതാണ്. ഇപ്പം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒരുപാട് തവണ നോക്കിയതാണ് ഇതൊന്ന് മലയാളത്തിൽ കൊണ്ടുവരാൻ, പക്ഷെ ആളുകൾ സമ്മതിക്കുന്നില്ല. ആ ഒരു പരിമിതി നമ്മൾ മലയാളത്തിലുണ്ട്. അപ്പോൾ അത് വെച്ച് വരുമ്പോൾ ഈ സന്ധിയും ഇതൊക്കെ വെക്കാതെ നമുക്ക് ഈ ബുള്ളറ്റിൻ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. നമ്മളെവിടെയും മുറിച്ച് പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാവില്ല. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ബുള്ളറ്റിനിലേക്ക് പോകുമ്പോൾ അതിനൊരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈൽ ഇൻറ്ററപ്റ്റ് ചെയ്യും, തടസ്സപ്പെടും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഇത് മൊഴിമാറ്റം വരുത്തുമ്പോൾ, നമ്മുടെ എഴുത്ത് മാറ്റം വരുത്തുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വേണ്ടി വരും. ഇപ്പോൾ മലയാളിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് KR നാരായണൻ പ്രസിഡന്റ് ആയപ്പോൾ. അതെ അതെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്നൊരു സമൂഹവും ഉണ്ടായിരുന്നു. പിന്നെ എന്നും നമുക്ക് ഓർക്കാനും അഭിമാനം കൊള്ളാനും പറ്റുന്ന ഒരിടമാണ്. അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്ത വായിക്കുന്നതും സാറാണ്. ഞാനാണ്. അത് പെട്ടെന്നുണ്ടായ ഷോർട്ട് നോട്ടീസിലുണ്ടായ സംഭവമായിരുന്നു. അത് സ്പെഷ്യൽ ബുള്ളറ്റിൻ. അതൊന്ന് വിവരിക്കാമോ? അതിന്റെ പ്രത്യേകത അതിന് പ്രിന്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് ഒരു ബുള്ളറ്റിൻ പ്രിന്റ് ഇല്ല. അന്നൊക്കെ നിങ്ങൾ കൈ കൊണ്ട് എഴുതിയിട്ടാണ് വായിക്കണത്. ഞാൻ ഇവിടെ വന്ന സമയത്ത് അതൊന്ന് വിവരിക്കാമോ? അതെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഇതുപോലെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. തിരൂര് പോയി വരികയാണ്. കുട്ടയിൽ പോയിട്ട് തിരിച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അന്ന് അഹമ്മദ് സാറാണ്, ദൂരദർശൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത്. സാറാണ് എന്നെ വിളിച്ച് പറയണത്, ഇങ്ങനെ ഹക്കീം KR നാരായണൻ സാർ മരിച്ചിട്ടുണ്ട്. അന്ന് ഫോണുണ്ടോ, മൊബൈലുണ്ടോ? അല്ല, മൊബൈലില്ല, എന്നെ അറിയിക്കണത്. ഇപ്പം ഏതൊരു വഴിയിൽ എന്നെ അറിയിച്ചാണ്. മൊബൈലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മൊബൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അറിയണ്ടത്. മൊബൈൽ എൻ്റെ അടുത്ത് ചെറിയൊരു മൊബൈൽ കാണണം. അപ്പോൾ പറഞ്ഞു മരിച്ചിട്ടുണ്ട്, ആ മൊബൈലുണ്ട്, നമുക്ക് 8:30 ഒരു ബുള്ളറ്റിൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അനിൽ ലീവാണ്, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലാണ്, 6:45 വരെ ട്രെയിനാണ്, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ റെയിൽവേക്ക് ഒരു കുഴപ്പമുണ്ട്, എന്താ വെച്ചാൽ 5 മിനിറ്റ് 10 മിനിറ്റാണ് പറയാം. 6:45 50 എത്തും അനൗൺസ്മെൻറ്റ്, 5 മിനിറ്റ് കൂടി പറയും, പിന്നെ 10 മിനിറ്റ് വൈകി കൊടുക്കും, അങ്ങനെയാണല്ലോ പറയാം. യാത്രക്കാർക്ക് തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അപ്പോൾ അവരാ പറയുന്നത് ആ സമയം കൃത്യമായിക്കൊള്ളുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ മൊബൈലിലെ സെറ്റപ്പ് മനസ്സിലാക്കാൻ പറ്റും. അന്നതില്ല, അന്ന് അവർ വളരെ അടുത്തടുത്ത സമയങ്ങളാണ് പറയാം. അങ്ങനെ പറഞ്ഞ് 7:10 വണ്ടി വന്നു, ട്രെയിൻ വന്നു. ആ ട്രെയിൻ ഇവിടെ എത്തിയപ്പോൾ 8:15 കോഴിക്കോടെത്തിയ പാസഞ്ചറാണല്ലോ, എല്ലായിടത്തും നിർത്തി ഇവിടെ 8:15 എത്തി. 8:15 ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടന്ന് 8:20
ഭാഗ്യത്തിന് ഒരു ഓട്ടോറിക്ഷ കിട്ടി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വേഗം ആകാശവാണി പോകണം വന്നു. ഇവിടെ എത്തിയപ്പോൾ 8:29 കടക്കും. 1 മിനിറ്റ് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ അഹമ്മദ് സാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ലെറ്ററും പിടിച്ചിട്ട് നമ്മുടെ ബുള്ളറ്റിനും പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, കോറിഡോറിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ഈ റിലേ ബാറ്ററി ഏൽപ്പിക്കണ വരെ എന്നെ ഏൽപ്പിച്ചു. ഞാൻ അന്ന് ഇപ്പോഴാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഇപ്പോൾ DTP ആണ്. അന്ന് എഴുതുകയല്ലേ, എഴുതുന്നത് പലരും പല കൈയക്ഷരത്തിലാവും. ചിലർ മനോഹരമായിട്ട് എഴുതും, അത് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനിടയ്ക്ക് മനോഹരമായിട്ട് വന്നാലും വായിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ബാധിക്കും. ഇതങ്ങനെയല്ല, ഇത് പല ആളുകൾ 2-3 പേര് ഇരുന്ന് അനൗൺസേഴ്സിനൊക്കെ വെച്ച് അത് എഴുതിച്ചിട്ട് ഉണ്ടാക്കിയൊരു ബുള്ളറ്റ്. ആ ബുള്ളറ്റിൻ്റെ കൈയക്ഷരം വായിക്കുക എന്ന് പറയുമ്പോൾ ഈ ബുള്ളറ്റിൻ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നടവരമ്പത്തിൽ കൂടെ നടക്കേണ്ടി വരും. അപ്പോൾ ഇടുങ്ങിയ നടവരമ്പാണെങ്കിൽ, ചെറിയ നടവരമ്പാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ചു പോകും. വീതിയുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ പോകും. ഇത് ഞാൻ ചെറുതായിട്ടേ കാണുള്ളൂ, വളരെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ. അന്ന് ആ 10 മിനിറ്റ് ബുള്ളറ്റിൻ എങ്ങനെ വായിച്ചൊപ്പിച്ചെന്ന് എനിക്കറിയില്ല. കാരണം പല കൈയക്ഷരങ്ങൾ വായിക്കാൻ പറ്റാത്ത വാക്ക്, ഇത് മരിച്ചത് മുൻ രാഷ്ട്രപതി, വല്ലതും തെറ്റിപ്പോയാൽ കേരളത്തിൻ്റെ എന്തെങ്കിലും തെറ്റിപ്പോയാൽ നമുക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കാൻ ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പം KR നാരായണൻ തന്നെ ഇപ്പോൾ RK നാരായണനായി പോകും. പിന്നെ അങ്ങനെ വരാം, നാക്കുപിഴ സംഭവിക്കാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വലിയ ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ പേരായി പോയില്ല, നമ്മൾ അപമാനിച്ചു അവഹേളിച്ചു എന്നൊക്കെ വരാം. അത്രയും പേടിച്ചിട്ടാണ് ആ 10 മിനിറ്റ് ബുള്ളറ്റ് ഞാൻ ഒപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. ടൈപ്പ് ചെയ്താണെങ്കിലും നമുക്ക് എറർ വരാം, എന്നാൽ പോലും നമുക്ക് ശ്രദ്ധിക്കായിരുന്നത് അതിനേക്കാൾ ശ്രദ്ധിച്ചിട്ട് അവിടെ നമ്മൾ ശ്രദ്ധിച്ച് തപ്പി പോകാൻ പറ്റില്ല. എനിക്ക് എൻ്റേതായ ഒരു സ്പീഡും സ്റ്റൈലും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വായിച്ച് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഒരു തവണ വായിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ ഇല്ലാതെ ഞാൻ ചെയ്തുകൊണ്ടാണ് എന്നാലും തെറ്റില്ലാതെ എനിക്ക് വായിക്കാൻ പറ്റിയത്. ഈ അക്ഷരശുദ്ധി വരാനുള്ളൊരു കാര്യം അത് വായനയായിരുന്നോ അതോ ഭാഷയോടുള്ള ഇഷ്ടമായിരുന്നോ? ഈ ഉച്ചാരണത്തിൽ ഉൾപ്പെടെ വരുന്നൊരു പോസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആറ്റലും കുറുക്കലും ഉണ്ടല്ലോ, അത് കൃത്യമാണ്. സാറിന് ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത് അതാണ്. അതെങ്ങനെ സഹായത്താക്കി? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറുപ്പം തൊട്ട് ഇതിനൊരു ഭ്രാന്തനായിരുന്നു, റേഡിയോ ഭ്രാന്തായിരുന്നു എനിക്ക് മുഴുവൻ. അപ്പം അന്ന് ഞാൻ വായിക്കുന്നതൊക്കെ ഇതേമാതിരിയാണ്. ഓക്കെ. വായിക്കുന്ന പുസ്തകം വായിച്ചാലും എന്ത് വായിച്ചാലും ഇതുപോലെയാണ്. മനസ്സിൽ വായിക്കുമ്പോൾ ഈ ഒരു ടോണിലാണ്, എൻ്റെ ടോണിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഒന്ന് എൻ്റെ ബന്ധുവായിട്ടുള്ള മലയാള അധ്യാപിക, പിന്നെ എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച വിജയലക്ഷ്മി ടീച്ചർ. ഇവർ രണ്ടുപേരാണ് എനിക്ക് മലയാളത്തിൽ ഈ ഭാഷാശുദ്ധിക്ക് അടിത്തറ പാകിയത്. ഇവർ രണ്ടുപേരാണ്. അന്ന് ഈ ടീച്ചർ വരുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസാണ് നോൺ ഡീറ്റെയിൽഡ് പാഠപുസ്തകം. ഓക്കെ. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ വന്നാൽ എന്നെക്കൊണ്ട് ഇത് വായിപ്പിക്കും, എല്ലാ ദിവസവും വായിപ്പിക്കും. വരുന്ന ദിവസങ്ങളിലൊക്കെ വായിപ്പിക്കും. അപ്പോൾ മറ്റുള്ള കുട്ടികൾ കംപ്ലയിൻറ്റ് പറഞ്ഞു, എന്നും അയാളെ കൊണ്ട് വായിപ്പിക്കണമെന്ന്. ആ വിജയലക്ഷ്മി ടീച്ചർ പറഞ്ഞത് അയാളെ വായനക്കൊരു ശൈലിയുണ്ട്, അത് നിങ്ങളുടെ വായനക്കില്ല. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഞാനത് സ്വായത്തമാക്കിയെടുത്തൊരു സംഭവമാണ്. അത് അങ്ങനെ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി. ആ രീതിയിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്തു. അതാണ് എനിക്കുണ്ടായ ഒരു ഭാഗ്യം. ഈ 2 അധ്യാപികമാരാണ് എന്നെ ഈ രംഗത്ത് ഇത്രയധികം ശുദ്ധീകരിച്ചു തന്നത്.